എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സജൻസ് ഹീലിംഗ് ടൂൾസിലേക്ക് സ്വാഗതം. കുറെ കാലമായിട്ട് നിങ്ങളിൽ കുറെ അച്ഛനമ്മമാർ ആവശ്യപ്പെട്ട ഒരു ടോക്കാണ്. ഇപ്പൊ നമ്മുടെ ഡിജിറ്റൽ ക്ലാസ് റൂമും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയ ശേഷം കുട്ടികൾക്ക് ധാരാളം കണ്ണിന് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവർക്ക് ബാക്ക് പെയിൻ, അതുപോലെ കഴുത്തിന് വേദന, അങ്ങനെ ഗാഡ്ജറ്റിന്റെ ഉപയോഗം വളരെ കൂടി. അപ്പോ അതിനെ പറ്റിയിട്ട് കുട്ടികളുടെ ആരോഗ്യത്തിനെ അത് എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ടോക്ക് ഇടുന്നത് കുറെ കാലമായിട്ട് കുറെ അച്ഛനമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ന് അതുകൊണ്ടാണ് ഒരു ഡെമോ അടക്കം, നമ്മുടെ പാപ്പൂസ് ഉണ്ട് നമ്മുടെ കൂടെ, ഒരു ഡെമോ അടക്കം ഞാൻ പറഞ്ഞു തരാം. ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മുടെ കുഞ്ഞിന്റെ കണ്ണിനെ മാത്രമല്ല വേറെ പല രീതിയിലും അവരുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് കുഞ്ഞിന്റെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോ ഓൺലൈൻ ക്ലാസ് തന്നെ ഇല്ല, ഇപ്പോ ഓൺലൈൻ ക്ലാസ്സിന് മുമ്പേ ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ മൊബൈൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അവര് പല കളികളും കളിക്കുന്നുണ്ട്, TV കാണുന്നുണ്ട്. അങ്ങനെയുള്ള സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം പെടും. അതായത് മൊബൈൽ ആവാം, ലാപ്ടോപ്പ് ആവാം, നമ്മുടെ TV ആവാം. അപ്പൊ അവർക്ക് സ്ക്രീൻ ടൈം ഇതിന് മുമ്പേ ഉണ്ടായിരുന്നു. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പും അവർ ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ലിമിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് നിർബന്ധമായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പലപ്പോഴും കുട്ടികൾ 3-4 മണിക്കൂർ, ചിലപ്പോൾ അതിലും കൂടുതൽ മണിക്കൂറൊക്കെ ഓൺലൈൻ ക്ലാസിന്റെ മുമ്പിൽ ഇരിക്കേണ്ട അല്ലെങ്കിൽ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1, നമ്മുടെ കുഞ്ഞിന്റെ കണ്ണിന്റെ ആരോഗ്യം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. 2, നമ്മുടെ കുഞ്ഞ് ഏത് ഗാഡ്ജറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോ മൊബൈൽ ആവാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആവാം, TV ആവാം, എന്തോ ആയിക്കൊള്ളട്ടെ, അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, നമ്മൾ ഇരിക്കുന്ന റൂം, അത് ആ ഇരിക്കുന്ന റൂമിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അടുത്തത് സ്റ്റഡി പൊസിഷൻ, നമ്മുടെ കുഞ്ഞ് ഇരിക്കുന്ന രീതി. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പറയുന്ന കഴുത്തുവേദനയും അതുപോലെ നട്ടല് വേദനയും കണ്ണുവേദനയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് കുഞ്ഞിന്റെ കണ്ണിന് സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ കണ്ണിന് 2 രീതിയിലുള്ള കഴിവുകളുണ്ട്. 1, നമ്മുടെ കണ്ണിന് സ്വയം തന്നെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മളൊരു ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഓട്ടോ ഫോക്കസ് ചെയ്യും. നമ്മുടെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ക്യാമറ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം കണ്ണുകളാണത്. കാരണം അത്രത്തോളം ക്ലാരിറ്റിയോട് കൂടിയും അത്രത്തോളം നല്ല ഫോക്കസോട് കൂടിയും ഇതുവരെ ലോകത്ത് ഒരു ക്യാമറയ്ക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെയുള്ള ഒരു വസ്തു നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണ് അതിനനുസരിച്ച് ഫോക്കസ് ചെയ്യും, അടുത്തുള്ള ഒരു വസ്തു നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണ് അതിനനുസരിച്ച് ഫോക്കസ് ചെയ്യും. അടുത്തിരിക്കുന്ന ഒരു വസ്തു, ഇപ്പൊ ഞാൻ ഈ ദൂരെ നോക്കി ഈ ഒരു അടുത്തിരിക്കുന്ന എന്റെ പെന്നിലേക്ക് ദൃഷ്ടി അല്ലെങ്കിൽ എന്റെ കണ്ണിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്റെ കണ്ണിൽ മാറുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് മാറുന്നത്? നമ്മുടെ കണ്ണിന് ചുറ്റും ധാരാളം ചെറിയ ചെറിയ മസിലുകളുണ്ട്. ആ മസിലുകൾ ഇങ്ങനെ കൺട്രാക്ട് ചെയ്യും, അതായത് ഇങ്ങനെ ചുരുങ്ങും. ആ ചുരുങ്ങുമ്പോഴാണ് എനിക്ക് എന്റെ ഫോക്കസിനെ അടുത്തുള്ള ഒരു വസ്തുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ദൂരേക്ക് നോക്കുന്ന സമയത്ത് എന്ത് പറ്റും? ദൂരെ എന്ന് പറഞ്ഞാൽ ഇത്ര ദൂരെയല്ല കേട്ടോ, ദൂരേക്ക്, വളരെ ദൂരേക്ക് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഈ കണ്ണിന് ചുറ്റുമുള്ള, നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല നമ്മുടെ പിന്നിലൊക്കെ ഉണ്ട്, ആ ചെറിയ ചെറിയ മസിലുകൾ, ഒക്കുലാർ മസിൽസ് എന്നാണ് അവയെ പറയുക. ആ മസിലുകൾ വളരെ റിലാക്സ്ഡ് ആവുകയും എനിക്ക് ദൂരേക്ക് നോക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ മസിലുകളുടെ ഈ ഒരു പ്രവർത്തനമാണ് ദൂരേക്കും അടുത്തേക്കും നോക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഈ രീതിയിൽ 2 രീതിയിലുള്ള ഫോക്കസ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ക്ലാസ്സിലിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് വെക്കുക, എന്റെ കുറെ ദൂരെയാണ് എന്റെ ടീച്ചർ നിൽക്കുന്നത്, എന്റെ ക്ലാസ്സിലെ ബോർഡ് കുറെ ദൂരെയാണ്, എന്റെ അടുത്തിരിക്കുന്നത് എന്റെ നോട്ട്ബുക്കും എന്റെ പെന്നും ആയിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോൾ ടീച്ചറെ നോക്കി അല്ലെങ്കിൽ ബോർഡ് നോക്കി എന്തെങ്കിലും എഴുതുന്ന സമയത്ത് ഞാൻ കുറച്ചു നേരം ബോർഡിലേക്ക് നോക്കുന്നു, എന്റെ കണ്ണുകൾ റിലാക്സ്ഡ് ആവും. അത് കഴിയുമ്പോൾ ഞാൻ എഴുതാൻ വേണ്ടി നോട്ടിലേക്ക് നോക്കുന്നു, എന്റെ കണ്ണുകൾ അടുത്തേക്ക് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ക്ലാസ്സിൽ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കുഞ്ഞ് ദൂരേക്കും അടുത്തേക്കും നോക്കി കണ്ണ് റിലാക്സ്ഡ് ആവുന്നുണ്ട്, ഇടയ്ക്ക് പിന്നെ ഒന്നുകൂടി സ്ട്രെസ്ഫുൾ ആവുന്നുണ്ട്, ഇടയ്ക്ക് റിലാക്സ്ഡ് ആവുന്നുണ്ട്. അപ്പൊ അറിയാതെ തന്നെ കണ്ണിനൊരു വിശ്രമം ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ടയേർഡ്നെസ് നിങ്ങളുടെ കുട്ടികളുടെ കണ്ണുകൾക്ക് തോന്നില്ല. പക്ഷേ ഇപ്പൊ ഈ രീതിയിൽ ഇപ്പൊ പാപ്പു ഇരിക്കുന്ന പോലെ ഒരു ഓൺലൈൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയുടെ അവസ്ഥ എന്താണ്? കുഞ്ഞിന് ദൂരേക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലെ? സ്ക്രീനിലേക്ക് തന്നെയാണ് നോക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി കുട്ടി അടുത്തിരിക്കുന്ന ഒരു വസ്തുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പൊ എന്താ പറ്റുക? നമ്മുടെ കണ്ണിനെ ഇടയ്ക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ല. കുഞ്ഞിനെ ഫുൾ ടൈം ഈ അടുത്തേക്ക് നോക്കി കണ്ണിന്റെ മസിലുകളെല്ലാം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് സ്ട്രെസ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കണ്ണ് ടയേർഡ് ആവും. അപ്പൊ എന്തൊക്കെയായിരിക്കും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിങ്ങളുടെ കുഞ്ഞ് പറയുന്ന ബുദ്ധിമുട്ടുകൾ? കുറച്ച് കഴിയുന്ന സമയത്ത് കണ്ണ് വേദന എന്ന് പറയും, തലവേദന എന്ന് പറയും, കണ്ണു കൂടെ ചിലപ്പോൾ വെള്ളം വരാൻ തുടങ്ങും, ചിലപ്പോൾ കാഴ്ച ചെറുതായിട്ട് മങ്ങാൻ തുടങ്ങും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ മന്ത്രം പറഞ്ഞുതരാം. എങ്ങനെ നമ്മുടെ കുഞ്ഞിനെ ഇത്തരത്തിൽ ഇപ്പൊ നമുക്കിത് ഉപയോഗിക്കാതെ നിവൃത്തിയില്ല അല്ലെ, അതിപ്പോ മൊബൈൽ ആയാലും ശരി ലാപ്ടോപ്പ് ആണെങ്കിലും ശരി ഉപയോഗിക്കാതെ നമുക്ക് തരയില്ല. അപ്പോ എങ്ങനെ നിങ്ങളുടെ
നിങ്ങളുടെ കുഞ്ഞിന് ഒരു ക്ലാസ് റൂമിലേതുപോലെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിന് വിശ്രമം കൊടുക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു ചെറിയ ഫോർമുല 20-20-20. എന്താണ് ഈ 20-20-20? 20 മിനിറ്റ് നിങ്ങളുടെ കുഞ്ഞ് സ്ക്രീനിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ 20 സെക്കൻഡോളം 20 അടി ദൂരത്തിലുള്ള ഒരു വസ്തുവിലേക്ക് നോക്കാൻ നിങ്ങളുടെ കുഞ്ഞിനെ പ്രേരിപ്പിക്കുക. ഇപ്പോ പാപ്പ ഇവിടെ ഇരുന്നിട്ട് 20 മിനിറ്റോളം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കാൻ വെക്കാം. ഞാൻ ഒരു 20 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മീറ്റർ ദൂരം, 6 മീറ്റർ ദൂരെയുള്ള ഒരു വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കിയാൽ മതി. അപ്പൊ തന്നെ ഇങ്ങനെ കട്ടി കൂടി അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ വലിഞ്ഞു മുറുകിയിരിക്കുന്ന നമ്മുടെ ഒക്കുലാർ മസിൽസ് ഒന്ന് 20 സെക്കൻഡ് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിലാക്സ്ഡ് ആയി നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടത്ര കണ്ണിന് വിശ്രമം കിട്ടി. പിന്നെയും തിരിച്ച് നമുക്ക് പഠനത്തിലേക്ക് തിരിച്ചു പോകാം. അടുത്ത 20 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു 20 സെക്കൻഡ് 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കുക. അപ്പൊ ഇതാണ് 20-20-20. ഇതെല്ലാവരും ഓർത്തു വെക്കുക. 20 മിനിറ്റ് സ്ക്രീൻ ടൈം കഴിഞ്ഞാൽ 20 സെക്കൻഡ് സമയം 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കുക ഓരോ 20 മിനിറ്റും. ഓക്കെ. പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത് ഡ്രൈനെസ്. ഞാൻ പറഞ്ഞു വേറൊരു കഴിവ് കൂടി ഉണ്ട്. നമ്മള് അറിയാതെ തന്നെ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ തന്നെ എന്റെ കണ്ണ് എത്ര തവണ ഞാൻ ബ്ലിങ്ക് ചെയ്തു, അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ഇമ വെട്ടുക അല്ലെ, അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണിന്റെ പ്രതലത്തിനെ വെറ്റായിട്ട് അല്ലെങ്കിൽ നനവോട് കൂടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണ് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി അത് നടന്നോളും. പക്ഷെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, ഇപ്പൊ പാപ്പ നോക്കൂ, ആ കണ്ണ് ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ നിങ്ങളുടെ കുട്ടികളൊക്കെ ചെയ്യുന്നത്. നമ്മള് ചിലപ്പോൾ കളിക്കുകയായിരിക്കും ലാപ്ടോപ്പിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കുകയായിരിക്കും. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോർമലി ഇമ വെട്ടുന്ന നമ്പർ കുറയും. അവരിങ്ങനെ കംപ്ലീറ്റ്ലി ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താ പറ്റുക? നോർമലി ഉള്ള ഈ ഒരു വെറ്റ്നെസ്, ആ ഒരു നനവ് നമ്മുടെ കണ്ണിന്റെ ഈ പ്രതലത്തിന്, ഈ വെളുത്ത പ്രതലത്തിന് നഷ്ടമാവും. വെളുത്തത് നമ്മുടെ കൃഷ്ണമണിക്കും. നനവ് നമ്മുടെ കണ്ണിന് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ ഈ വെളുത്ത പ്രതലവും നമ്മുടെ കൃഷ്ണമണിയും ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. അതിന് കെരട്ടൈറ്റിസ് നമുക്ക് പറയാം, കൺജക്റ്റിവൈറ്റിസ്, കെരട്ടൈറ്റിസ്, ഇത് എന്ത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. കാരണം നമ്മുടെ കണ്ണുനീരുണ്ടല്ലോ, നമ്മുടെ കണ്ണുനീരാണ് ഈ കണ്ണിനെ നനയ്ക്കുന്ന വസ്തു. ഈ കണ്ണുനീരിൽ പല ഇൻഫെക്ഷൻ തടയിടാനുള്ള പല ഘടകങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പ്രകൃതി തന്നിരിക്കുന്ന പല ഗുണങ്ങളുമാണ്. അപ്പോ ഈ കണ്ണുനീർ ഇവിടെ നനയ്ക്കാതിരിക്കുന്നത് കൊണ്ട് കണ്ണ് ഡ്രൈ ആവുകയും ഈ പറയുന്ന രീതിയിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാവുകയും ചെയ്യും. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് ഈ പറയുന്ന 20-20-20 റൂൾ. അപ്പൊ ദൂരേക്ക് നോക്കുന്ന സമയത്ത് കുഞ്ഞിനോട് കണ്ണ് ഒന്ന് ബ്ലിങ്ക് ചെയ്യാനും ഒരു 10-15 തവണയെങ്കിലും ഒന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ട് ദൂരേക്ക് നോക്കാൻ പറയുക. അപ്പൊ രണ്ട് കാര്യം നടന്നു. നമ്മുടെ കണ്ണ് റിലാക്സ്ഡ് ആവുകയും ചെയ്തു, കണ്ണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് കണ്ണ് നനവ് വരികയും ചെയ്തു. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണിന്റെ ഒരു റിലാക്സേഷൻ എക്സസൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു കാര്യം കൂടി പറയുകയാണ്, കണ്ണിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോ വൈറ്റമിൻ എ ഉള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാ? ക്യാരറ്റ്, ഇന്നലെ നമ്മൾ കഴിച്ച സാധനം ഒരു പപ്പായ, പിന്നെ റാഡിഷ്, പിന്നെ ആപ്പിളൊക്കെ ഉണ്ട്. അപ്പൊ ഏറ്റവും നന്നായിട്ട് മഞ്ഞ കളറുള്ള അല്ലെങ്കിൽ ഓറഞ്ച് കളറുള്ള ഫ്രൂട്ട്സിലൊക്കെ ധാരാളം വൈറ്റമിൻ എ ഉണ്ട്. പപ്പായയിൽ നല്ലപോലെ ഉണ്ട്, ക്യാരറ്റിലുണ്ട്, നമ്മുടെ അതുപോലെ വൈറ്റമിൻ എ ഉള്ള സാധാരണ മുട്ടയിലുണ്ട്, പാലിലുണ്ട്, ഇതിലൊക്കെ വൈറ്റമിൻ എ ഉണ്ട്. പിന്നെ ഇലക്കറികളിൽ ചീര, മുരിങ്ങ അങ്ങനെയുള്ള ധാരാളം ഇലക്കറികളിലും വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ ഇലക്കറികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളമായിട്ട്, പ്രത്യേകിച്ച് മഞ്ഞ കളറുള്ള പഴവർഗ്ഗങ്ങൾ കൊടുക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. ഓക്കെ. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഞാൻ ഒന്നാമത്തെ നമ്മുടെ കഴിഞ്ഞു, രണ്ടാമത്തത് സ്റ്റഡി പൊസിഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റഡി പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് പ്രശ്നം? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പൊ പലപ്പോഴും എന്തൊക്കെ കംപ്ലൈന്റുകളാണ് പറയുന്നത്? കഴുത്ത് വേദന ഉണ്ട് അമ്മ പറയും, അല്ലെങ്കിൽ ബാക്ക് പെയിൻ, നടുവേദനിക്കുന്നു. ഇന്ന് പാപ്പു പറഞ്ഞു രാവിലെ കഴുത്ത് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം പാപ്പു പലപ്പോഴും ഇരിക്കുന്ന ഒരു പൊസിഷൻ പലപ്പോഴും കറക്റ്റ് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പാപ്പുവിന് ഈ ഒരു സ്റ്റഡി ടേബിളും ഈ ഒരു സ്റ്റഡി ചെയറും കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റഡി ചെയറിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഇതുപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബാക്ക് റെസ്റ്റ് ഉള്ള, ഏറ്റവും നല്ലത് തടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഹാർഡാണ്, വളഞ്ഞു പോവില്ല. പലപ്പോഴും നമ്മൾ ഈ വല്ലാത്ത കുഷനൊക്കെ ഉള്ളത് ചിലപ്പോൾ പിന്നിൽ ഇങ്ങനെ വളഞ്ഞു പോകും. ഇതുപോലെ ഇതുപോലത്തെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള നമ്മുടെ കഴുത്തിന്റെ അതുവരെ നീണ്ടു നിൽക്കുന്ന, ഇവിടെ വരെ നല്ല സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബാക്ക് റെസ്റ്റ് ഉള്ള ഒരു ചെയറിൽ മാത്രമേ അവരെ ഇരുത്താൻ പാടുകയുള്ളൂ. അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട്, എങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക? ബാക്ക് സ്ട്രെയിറ്റ് ഇരിക്കൂ. യെസ്, ഇങ്ങനെ ഇരുന്നിട്ട് വേണം, ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട്, കഴുത്തും സ്ട്രെയിറ്റ് ആയിട്ട് വേണം അവരിയ്ക്കാൻ. ഈ പൊസിഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ണിന് മാത്രമല്ല നമ്മുടെ കുഞ്ഞിന്റെ നടുവിനും കഴുത്തിന്റെ ഒക്കെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷൻ നിങ്ങൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം, അത് മൊബൈൽ ആവാം, ലാപ്ടോപ്പ് ആവാം, TV ആവാം, എന്തുമായിക്കൊള്ളട്ടെ,
എല്ലാവരെയും കൊണ്ടും ചിലപ്പോൾ ലാപ്ടോപ്പും ടി വി ഒന്നും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഏറ്റവും നല്ലത് ഒരു വലിയ സ്ക്രീൻ, എത്രത്തോളം വലിയ സ്ക്രീനാണോ അത്രത്തോളം നല്ലത്. അതിന്റെ എല്ലാവർക്കും കോമൺ സെൻസോട് ആലോചിച്ച് അറിയാവുന്നതേ ഉള്ളൂ. ചെറിയ സ്ക്രീനിലേക്ക് അവർക്ക് അത്രത്തോളം ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് പറ്റുമെങ്കിൽ പറ്റുന്നവർ, പക്ഷെ എനിക്കറിയാം എല്ലാവർക്കും അതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. കാരണം ഒരു ലാപ്ടോപ്പിനും കാര്യത്തിനൊക്കെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ പറ്റുമെങ്കിൽ ഒരു വലിയ സ്ക്രീനുള്ള കാര്യം നമുക്ക് കൊടുക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോ ഇങ്ങനെ ഒരു സ്ക്രീനാണ് എപ്പോഴും നല്ലത്, ബിഗർ ബെറ്റർ. പിന്നെ ഇതില് എത്ര നേരമാണ് അല്ലെങ്കിൽ എത്ര അകലത്തിലാണ് ഇത് വെക്കേണ്ടത്, അടുത്തത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പലരും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം ഇതിനെ ഇങ്ങനെ അടുത്ത് വെക്കും. പാപ്പുനൊക്കെ ഉള്ള തെറ്റായ കാര്യമാണോ, ഞാൻ കാണാത്ത സമയത്ത് പാപ്പു പലപ്പോഴും ഇത് അടുത്ത് വെച്ചിട്ട് പെരുമാറാറുണ്ട്. ഇത് ശരിയല്ല. ഓരോ കാര്യങ്ങളും വെക്കാനുള്ള കൃത്യമായ അകലമുണ്ട്. ബുക്ക് വെക്കാൻ ഒരു അകലം, ലാപ്ടോപ്പ് വെക്കാൻ ഒരു അകലം, ടി വി കാണാൻ ഒരു അകലം. അത് ഓരോന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ 30 സെന്റിമീറ്റർ അകലത്തിലാണ് വെക്കേണ്ടത്. ബുക്ക് വായിക്കുന്ന സമയത്ത് ഒരു മൊബൈൽ ആവട്ടെ 40 സെന്റിമീറ്റർ അകലം. ഒരു ലാപ്ടോപ്പ് എത്ര സെന്റിമീറ്റർ അകലമാണ്? 50 മുതൽ 60 സെന്റിമീറ്റർ വരെ അകലം. അപ്പൊ ഏകദേശം ഒരു കൈ അകലം എന്ന് പറയാം. ഒരു ലാപ്ടോപ്പ് വെക്കുമ്പോൾ ഒരു പാപ്പുവിന്റെ എന്റെ ഒരു കൈ അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഈ ഒരു അകലത്തിലേക്ക് ഒരു കൈ അകലം പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പു ഒരു ഹാൻഡിൽ ഓക്കെ, അതാണ് ഒരു 50 മുതൽ 60 സെന്റിമീറ്റർ ഏകദേശം, ഒരു 50 to 60 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു കൈ അകലമാണ്. ഈ അകലത്തിൽ വേണം ലാപ്ടോപ്പ് വെക്കാൻ. ടി വി ആണെങ്കിലോ 1.5 മീറ്റർ അകലം മിനിമം ആണ് കേട്ടോ. ടി വിയിൽ നിന്ന് 1.5 മീറ്റർ അകലത്തിൽ വേണം നമ്മൾ ഇരിക്കാൻ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ബുക്ക് 30 സെന്റിമീറ്റർ, മൊബൈൽ 40 സെന്റിമീറ്റർ, ലാപ്ടോപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ടാബോ ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ 50 മുതൽ 60 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു കൈ അകലം, ടി വി ആണെങ്കിൽ 1.5 മീറ്റർ. ഓക്കെ, വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അകലം മാത്രം പോരാ, ഇതിന്റെ എവിടെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് അതിന്റെ ഉയരം. ഓക്കെ, കുട്ടിയുടെ ഐ ലെവലിന്റെ ജസ്റ്റ് താഴെ വേണം അത് വെക്കാൻ. ഇപ്പൊ പാപ്പുവിന്റെ ഐ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാപ്പു സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പാപ്പുവിന്റെ ഐ ലെവൽ പോകുന്നത് ഈ ഒരു ലെവലിലാണ് അല്ലെ. ഇതാണ് പാപ്പുവിന്റെ ഐ ലെവലിന്റെ പ്രതലം. ഇതിന്റെ ജസ്റ്റ് താഴെ വേണം വെക്കാൻ. നിങ്ങൾ ഐ ലെവലിലോ അതിന്റെ മുകളിലോ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കഴുത്ത് ഇങ്ങനെ വെച്ചിട്ട് നോക്കേണ്ടതായിട്ട് വരും. കുട്ടികളെ കഴുത്ത് സ്ട്രെയിൻ ആവും. ഇപ്പൊ നമുക്ക് ഒരു തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാലേ നമ്മൾ പടം കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കഴുത്ത് വയ്ക്കാറുണ്ട് അല്ലെ. കാരണം നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെയാണ് നോക്കുക. അപ്പൊ എപ്പോഴും ഐ ലെവലിന് കുറച്ച് താഴെ, ഇതാണ് ആ പൊസിഷൻ. ഐ ലെവലിന്റെ കുറച്ച് താഴെ വേണം ആ സ്ക്രീൻ വെക്കാൻ. അപ്പൊ മാത്രമേ നമ്മുടെ കഴുത്തിലെ മസിലുകൾക്ക് വേണ്ടത്ര റിലാക്സേഷൻ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ കഴുത്ത് വേദന തുടങ്ങും. അപ്പൊ അതാണ് അതിനെപ്പറ്റി. ഇനി ലാസ്റ്റത്തെ കാര്യം, റൂം. നമ്മൾ ഇരിക്കുന്ന റൂം. ഒരു ബുക്ക് വായിക്കുന്ന കുട്ടി നല്ല പോലെ ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള റൂമിൽ വേണം ഇരിക്കാൻ. അതായത് നല്ല പോലെ ലൈറ്റ് ഇടണം. എത്ര ലൈറ്റ് ഉണ്ടോ അത്രയും ലൈറ്റ് ഇട്ടാൽ അത്രയും നല്ലത്. പക്ഷേ ഒരു ലാപ്ടോപ്പ് സ്ക്രീൻ അല്ലെങ്കിൽ ഒരു മൊബൈൽ സ്ക്രീൻ ഉപയോഗിക്കുന്ന കുട്ടിക്ക് ഭയങ്കര തെളിച്ചമുള്ള റൂം ഒരിക്കലും അഭികാമ്യമല്ല. അവർക്ക് മിതമായ തെളിച്ചമുള്ള ഒരു റൂമാണ് അഭികാമ്യം. അതായത് ഇപ്പൊ നിങ്ങളുടെ റൂമിൽ ഒരു 2 ട്യൂബ് ലൈറ്റ് ഉണ്ടെങ്കിൽ 2 ട്യൂബ് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, ഒരു ട്യൂബ് ലൈറ്റ് ഇട്ട് കൊടുക്കുക. ഒരിക്കലും ഇരുണ്ട റൂമിൽ ഇരുത്തരുത്. അതായത് വളരെയധികം ഡാർക്ക്നെസ് ഉള്ള ഇരുട്ടുള്ള റൂമിലും ഇരിക്കരുത്, വല്ലാതെ ഭയങ്കര തെളിച്ചമുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള റൂമിലും ഇരുത്തരുത്. ഇതിന് ഇടത്തരം അത്യാവശ്യം മിതമായിട്ടുള്ള തെളിച്ചമുള്ള റൂമിലാണ് സ്ക്രീൻ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ പഠിക്കാൻ വേണ്ടി ഇരുത്തേണ്ടത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ വേറൊരു കാര്യം, ഒരിക്കലും ഈ സ്ക്രീനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വെളിച്ചം വീഴരുത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ റൂം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാതിലാണ് അല്ലെ. ഈ വാതിൽ കൂടെ വെളിച്ചം ഇതിന്റെ ഉള്ളിലേക്ക് വരും. ഞാൻ ഇപ്പൊ ഈ പറയുന്ന പൊസിഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വെച്ചിരുന്നത് വെക്കുക. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് ഇത്തരത്തിൽ വാതിലിനെ അഭിമുഖീകരിച്ചിട്ടാണ് ഞാൻ വെച്ചിരുന്നതെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? ഈ വരുന്ന ലൈറ്റ് നേരെ ഈ ലാപ്ടോപ്പിന്റെ സ്ക്രീനിലാണ് വീഴുക. അപ്പൊ എന്താ പറ്റുക? ഗ്ലെയർ വരും. കുട്ടിക്ക് അവിടെ നിന്ന് ഈ റിഫ്ലക്ഷൻ വരുന്ന കാരണം ശരിക്കും കാണാൻ പറ്റില്ല, വളരെ കണ്ണിന് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും എവിടെ നിന്നെങ്കിലും ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ നിങ്ങളുടെ ജനലാവാം, വാതിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റും ആവാം, അത് നേരെ ഇതിൽ വീഴാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ പാപ്പുവിന് ഇത്തരത്തിൽ ആ വാതിലിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ലൈറ്റ് ഇതിൽ വീഴുന്നില്ല, എന്നാൽ അവൾക്ക് കൃത്യമായിട്ട് അവളുടെ മുഖത്തേക്ക് ആ ലൈറ്റ് വീഴുന്നുണ്ട് കേട്ടോ. ശരിക്കും അപ്പോ അതാണ് റൂമിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, മൊബൈൽ ഉപയോഗിക്കുന്നവർ, ഞാൻ പറഞ്ഞല്ലോ അധിക പേര് ചിലപ്പോൾ മൊബൈലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവാം. മൊബൈൽ ഉപയോഗിക്കുന്നവർ അതിലൊരു ഐ പ്രൊട്ടക്ഷൻ മോഡ് ഉണ്ട്. ഐ പ്രൊട്ടക്ഷൻ മോഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു മൊബൈൽ കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. ആ ഐ പ്രൊട്ടക്ഷൻ മോഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈലിൽ നിന്ന് വരുന്ന നീല രശ്മികളെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഐ പ്രൊട്ടക്ഷൻ മോഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കുട്ടിയുടെ ആ കണ്ണിന്റെ ഡാമേജിനെ മാക്സിമം കുറയ്ക്കും. അപ്പൊ അങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്നവർ ഈ ഐ പ്രൊട്ടക്ഷൻ മോഡ് ഓൺ ആക്കിയിടാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കുഞ്ഞുങ്ങളുടെ ഇപ്പത്തെ ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റി മാത്രമല്ല
മാത്രമല്ല ഞാൻ ഇപ്പൊ അതിനെപ്പറ്റി പ്രത്യേകം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതലായിട്ട് അവർ ആ ഒരു നിർബന്ധിതമായിട്ട് നമുക്കത് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അതിനെപ്പറ്റി പറഞ്ഞത്. പക്ഷെ ജനറലി ഇനിയിപ്പോ സ്കൂളുകൾ തുടങ്ങിയാൽ പോലും നിങ്ങളുടെ കുഞ്ഞ് ലാപ്ടോപ്പോ മൊബൈലോ ഒരു ഐപാഡോ അല്ലെങ്കിൽ ടാബ്ലറ്റോ ടിവിയോ കാണുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ നിങ്ങൾ പ്രത്യേകം ഓർക്കണം. പിന്നെ ഈ ഒരു ടോക്ക് നടത്താൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചത് ഡോക്ടർ ദേവികയാണ്. കാരണം എനിക്ക് പ്രത്യേകമായിട്ട് ഡോക്ടർ ദേവികയോട് ഒരു താങ്ക്സ് പറയാനുണ്ട്. കാരണം ഇതൊരു ഒഫ്താൽമോളജിസ്റ്റിന് അറിയുന്ന കാര്യങ്ങളാണ്. ഞാനൊരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ഇത് ഈ വിവരങ്ങൾ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചത് പാലക്കാട് മെഡിക്കൽ കോളേജിലെ കണ്ണിന്റെ ഡോക്ടറാണ് ഡോക്ടർ ദേവിക. അപ്പോൾ എന്റെ സഹപാഠി കൂടിയാണ്. അപ്പൊ ഞാൻ ഡോക്ടർ ദേവികയോട് പ്രത്യേകം ഒരു താങ്ക്സ് പറയാണ്. ഇത്രയും കാര്യങ്ങൾ എന്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ദൂരീകരിച്ച് തന്നതിനും ഇത്രയും ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്തതിനും. അപ്പോൾ അത് നമ്മുടെ പേജ് വഴി നിങ്ങൾ ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാ അച്ഛനമ്മമാരിലേക്കും എത്തിക്കണം. കാരണം ഇല്ലെങ്കിൽ ഇനിയും ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കൂടി നമുക്ക് ഈ രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷേ നമ്മൾ വേണ്ടത്ര രീതിയിൽ മുൻകരുതലുകൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോഴേക്കും കണ്ണിനും അതുപോലെ നട്ടലിനും കഴുത്തിനും ഒക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് ഈ ഒരു വിവരങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം പേരിലേക്ക് എല്ലാ അച്ഛനമ്മമാരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കണ്ണട ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായും ആ കണ്ണട നിങ്ങൾ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുക തന്നെ വേണം. വേറൊരു കാര്യം കൂടി, ഈ പറയുന്ന എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടും നിങ്ങളുടെ കുഞ്ഞ് കണ്ണിന് വേദനയോ തലവേദനയോ കണ്ണിന് കാഴ്ചയ്ക്ക് മങ്ങലോ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ണ് ഡോക്ടറെ നിങ്ങൾ കാണിക്കണം. കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പ് തന്നെ അതിന് തടയിടാൻ പറ്റുകയാണെങ്കിൽ അതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക് വൈൻഡപ്പ് ചെയ്യുകയാണ്. മാക്സിമം പേരിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.